നമ്മൾ 69 വായിച്ചു കഴിഞ്ഞു. 69ാമത്തെ പദ്യത്തിൽ അദ്ദേഹം ചോദിച്ചതാണ് ഈ കണ്ണാടിയെ പറ്റി അഴുക്കിന് മാറ്റാനായിട്ട് ചകിരിയും സോപ്പൊക്കെ ചെയ്യുന്ന പോലെ അല്ലേ സ്വാമി, അങ്ങനെ ചെയ്യുന്ന കർമ്മം കൊണ്ടല്ലേ ഇത് മാറ്റേണ്ടത്, ഈ അജ്ഞാനത്തെ കർമ്മം കൊണ്ടല്ലേ മാറ്റേണ്ടത് എന്നുള്ള രൂപത്തിൽ ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, ശരി ഇരിക്കട്ടെ, അതിനങ്ങനെ തന്നെ വേണം. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്ഫടികക്കല്ലിൽ തോന്നിയ കറുപ്പ് നിറം അത് മാറ്റാൻ എന്ത് വേണം? അത് കറുപ്പൻ്റെ കണ്ടിടൽ മനം പോതു എന്ന് പറഞ്ഞു. കേവലം വിവേകം കൊണ്ട് തന്നെ അതിനെ അത് പറഞ്ഞ ശേഷം സ്വാമി 70 പറയാൻ തുടങ്ങി. ഇങ്കും അപ്പടി സച്ചിദാനന്ദത്തിൽ ഇടർ ചടം പൊയ് മുൻറ്റും തങ്കമായും കപ്പിതമൻ്റെ സഹജ വാസ്തവമൻ്റെ പങ്കമാകും അജ്ഞാനത്തെ കർമ്മങ്ങൾ പക ചെയ്യാതുറവാക്കും തുങ്കജ്ഞാനമേ കർമ്മം അജ്ഞാനത്തെ ചുടുകിൻ്റെ നെരുപ്പാമേ. ഇങ്കും അപ്പടി സച്ചിദാനന്ദത്തിൽ ഇടർചടം പൊയ് മൂഞ്ചും തങ്കുമായും കർപ്പിതമന്റിയെ സഹജ വാസ്തവമൻ്റെ പങ്കമാകും അജ്ഞാനത്തെ കർമ്മങ്ങൾ പക ചെയ്യാതുറവാക്കും തുങ്കജ്ഞാനമേ കരുവ അജ്ഞാനത്തെ ചുടുകിൻ്റെ നെരുപ്പാമേ. ഇങ്കു എന്നുവെച്ചാൽ ഈ ദൃഷ്ടാന്തത്തിലും ആ ദൃഷ്ടാന്തമനുസരിച്ച്, നേരത്തെ പറഞ്ഞ ആ ദൃഷ്ടാന്തമനുസരിച്ച് സച്ചിദാനന്ദത്തിൽ, സച്ചിദാനന്ദം എന്ന് വെച്ചിരിക്കുന്ന അസ്ഥിവാദിപ്രിയ രൂപമായ തന്നിൽ എന്നർത്ഥം. പൊയ് ചടം ഇടർ മൂഞ്ചും എന്നുവെച്ചാൽ അസത്ത് ജട ദുഃഖം ഇവ മൂന്നും തങ്കും മായും കർപ്പിതമേ അൻറ്റി ശുക്തിയിൽ രജതം പോലെ ആരോപിതമായിരിക്കുന്ന ശരീരത്രയ രൂപമായ അജ്ഞാനത്തിനാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതല്ലാതെ സഹജ വാസ്തവമല്ല, സഹജവുമല്ല വാസ്തവവുമല്ല. പങ്കമാകും അജ്ഞാനത്തെ അനന്തജലദുഃഖരൂപമായ അജ്ഞാനത്തെ കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ പക ചെയ്യാതെ ഉറവാക്കും, നാശം ചെയ്യാതെ ഉറവാക്കും. അത് വളരുന്നതിന് സഹായമായി നിൽക്കും. എന്നാൽ തുങ്കജ്ഞാനമേ മഹിമയുള്ള ബ്രഹ്മ ആത്മാ ഐക്യജ്ഞാനം മാത്രം കർമാജ്ഞാനത്തെ കർമ്മത്തെയും അജ്ഞാനത്തെയും ചുടുകിണ്ട നെരുപ്പാം ദഹിപ്പിക്കുന്ന തീയാവുന്നു. അന്ധകരണത്തെ മേഘപടലം പോലെ സത്കർമ്മങ്ങൾ അഭോക്താവായി തന്നെ കർത്താവായും ഭോക്താവായും ആക്കി തീർക്കുന്നതിനാൽ ജ്ഞാനത്തെ കർമ്മങ്ങൾ പക ചെയ്യാതെ ഉറവാക്കി നിൽക്കുമെന്നും സൂര്യൻ അന്ധകാരത്തെ മാറ്റി കളയുന്നത് പോലെ സംശയരഹിതമായ ബ്രഹ്മ ആത്മാ ഐക്യജ്ഞാനം അജ്ഞാന കർമ്മങ്ങളെ നാശം ചെയ്യുന്നതിനാൽ തുങ്കജ്ഞാനമേ കർമ്മമജ്ഞാനത്തെ ചുടുകിൻ്റെ നെരുപ്പാമേ എന്നും പറയപ്പെട്ടിരിക്കുന്നു. അത് മനസ്സിലായോ? നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ ഒരു വേറൊരു ആംഗിളിൽ ഇത് പറയണം. ഈ അനിരുദ്ധ ജഡ ദുഃഖരൂപമായിട്ട് നിൽക്കുന്ന അതിനെയാണ് നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അനിരുദ്ധ ജഡ ദുഃഖരൂപമാണ്. അനിരുദ്ധം എന്ന് വെച്ചാൽ അതിനൊരു നിലനിൽപ്പില്ല. ജഡം എന്ന് വെച്ചാൽ അത് സ്വയമേവ ചൈതന്യം ഇല്ലാത്തതെന്നാണ്. ദുഃഖം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ചൈതന്യവും ഇല്ല, അത് അഥവാ ഒരു ആനന്ദവും ഇല്ല, ഒരു സുഖവും ഇല്ല. അങ്ങനെ ഉള്ള പദാർത്ഥങ്ങളായിട്ടാണ് ലോക വിഷയങ്ങൾ എല്ലാം മാറി. ഇതന്നെ മായാകാര്യങ്ങൾ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. മായാകാര്യം എന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടെ കോമൺ ഫാക്ടറായിട്ട് പറഞ്ഞത് മായ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സുഖം. മായയുടെ പ്രകൃതി എന്താണ്? ഇതുപോലെ അനിരുദ്ധ ജഡ ദുഃഖരൂപമായി വിളങ്ങുന്ന വിഷയങ്ങൾ, ഇതിനെയാണ് മായാകാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് എവിടെയാണ് തോന്നുന്നതെന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദത്തിലാണ്. ഒരു പറയുന്നു, ഈ അസ്ഥിവാദിപ്രിയ രൂപമായ തന്നിൽ ഈ അസത്യജട ദുഃഖരൂപമായ ഈ മായ ഒന്നും മായയിൽ കൽപ്പിതമേ എങ്കിൽ കേവലം ഇതൊരു മായാകൽപ്പിതമെന്നല്ലാതെ അതിൽ തോന്നുന്നു എന്നല്ലാതെ ഇത് സഹജവുമല്ല വാസ്തവവുമല്ല. സഹജം എന്ന് വെച്ചാൽ സ്ഥിരമായുള്ളതല്ല. വാസ്തവം എന്ന് വെച്ചാൽ വാസ്തവത്തിൽ അങ്ങനെ ഇത് വിദ്യയാണ്, ഇല്ലാത്തതാണ് എന്നർത്ഥം.
പങ്കമാകും അജ്ഞാനത്തെ, അനന്തജടക്ക് രൂപമായ അജ്ഞാനത്തെ കർമ്മങ്ങൾ എന്ന് വെച്ചാൽ പുണ്യകർമ്മങ്ങൾ എന്നാണ് സ്വാമി ഇവിടെ എഴുതിയിരിക്കുന്നത്. പുണ്യപാപ കർമ്മങ്ങളെന്ന് എടുക്കാം. പുണ്യകർമ്മങ്ങൾ പക ചെയ്യാതെ, നാശം ചെയ്യാതെ ഉറവാക്കി നിൽക്കും. അത് വളരുന്നതിന് സാഹചര്യം സഹായമായി നിൽക്കും. കർമ്മങ്ങളെല്ലാം ഈ അജ്ഞാനത്തെ വളരുന്നതിന് സഹായകമായി നിൽക്കുമെന്നല്ലാതെ ഈ കർമ്മങ്ങൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് സഹായമായി നിൽക്കില്ല. എപ്പോഴും ഈ അജ്ഞാനം വളരുന്നത് തന്നെ കർമ്മം കൊണ്ടാണ്. കർമ്മം ഇവിടെ സ്വാമി പുണ്യകർമ്മമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു വലിയ ഗഹനമായ ഒരു സബ്ജക്റ്റ് ഇതാണ്. നമ്മൾ ചെയ്യുന്ന ഈ യജ്ഞാദികൾ, പൂജാദികൾ പോലും എന്നർത്ഥം, അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ എന്ന് പറയുന്നത് പുണ്യകർമ്മങ്ങൾ ഇതുപോലും അജ്ഞാനത്തിന് പോഷകമായിട്ട് നിൽക്കുകയുള്ളൂ എന്നർത്ഥം. എന്ന് വെച്ചാൽ അജ്ഞാനത്തിന് വളർത്തുകയേ ഉള്ളൂ, തളർത്തില്ല. വളരെ ഉയർന്ന ക്ലാസ്സാണ്, ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. എല്ലാ ഉത്തമ അധികാരികൾക്ക് വേണ്ടി പറയേണ്ടത്. അതുകൊണ്ട് അങ്ങനെ വെള്ളം ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ തീരുമാനമൊന്നും എടുക്കട്ടെ. ഇതൊക്കെ ഇതുവരെ മനസ്സ് ശുദ്ധമായി അഖണ്ഡാകാരമായി മനസ്സ് വരുന്നത് വരെ നമുക്ക് തന്നെ വേദം പറഞ്ഞിരിക്കുന്നു, ഇതുപോലെ നിഷ്കാമ കർമ്മങ്ങളൊക്കെ ചെയ്ത് പതുക്കെ തേറി വരിക, ഗുരുസേവ ചെയ്യുക, അത് ചെയ്യുക, ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു, കർമ്മത്തെ പറ്റി പറഞ്ഞ് എല്ലാവരും എപ്പോഴും കർമ്മനിരതന്മാരായി ഇരിക്കുന്നതിനാണ് എല്ലാവർക്കും ഇഷ്ടവും. അങ്ങനെ ഇരിക്കെ വേദത്തിന് അതിനെ നിഷേധിക്കേണ്ടി വരും, വെട്ടേണ്ടി വരും. അവിടെ വെട്ടിയിരിക്കും. എന്നുവെച്ചാൽ ഇത് കേവല ജ്ഞാനം കൊണ്ടേ ഇത് മാറുന്നു. ആ ജ്ഞാനം എന്ന് പറയുന്നത് இந்த ஞானமாவதேதென்று இந்த மனாதியாம் சரீரத்தில் இந்த நானவன் மனாதியாம் சரீரத்தில் இந்த நானவன் சித்தது ஜடமெது இரണ്ടോ ഒന്നാക ചേരും ബന്ധമേത് വീടേതെന്ന ഉജാവുതൽ. ഇതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മവിചാരങ്ങൾക്ക് മാത്രമേ ഈ കർമ്മങ്ങൾ മാത്രമല്ല, കർമ്മങ്ങളും ഈ അജ്ഞാനം നശിക്കുള്ളൂ. കർമ്മവും അജ്ഞാനവും രണ്ടല്ല. അജ്ഞാനം തന്നെ വേറെ രൂപത്തിൽ കർമ്മമായിരിക്കുന്നു, കർമ്മം തന്നെ അജ്ഞാനമായിരിക്കുന്നു. ഇതാണ് വളരെ ഉയർന്ന ക്ലാസ്സുകൾ. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു നടക്കാനൊന്നും കൊള്ളില്ല. ഇതിനെപ്പറ്റി നല്ലപോലെ ചിന്തിച്ച് ഉള്ളിൽ തന്നെ പരിവർത്തനങ്ങൾ ചെയ്തോളൂ. അതാണ് പറയാം. പറഞ്ഞില്ലേ, കർമ്മങ്ങൾ പക ചെയ്യാതെ ഉറവാക്കും. ഇതിന് ഒരിക്കലും വിരുദ്ധമല്ല, ഈ അജ്ഞാനത്തിന് വിരുദ്ധമല്ല കർമ്മങ്ങൾ. നമ്മൾ പറഞ്ഞു നിഷ്കാമ്യ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ നിഷ്കാമകർമ്മങ്ങൾ ചെയ്യാൻ ആർക്ക് സാധിക്കും? ഒരാൾക്ക് സാധിക്കും. അയാളുടെ നാമം ജപിക്കാൻ പറഞ്ഞു, അയാൾക്ക് നിഷ്കാമ കർമ്മമായിട്ട് നാമം ജപിക്കാൻ പറ്റില്ല. കാരണം അതിന് ഗുരുപദേശം വരണം. അതിന് തന്നെ ആ ആത്മസാക്ഷാത്കാരമാവുന്ന ലക്ഷ്യം അതിലുണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സദ്ഗുരു പറഞ്ഞു കൊടുക്കും. അത് കേട്ടിട്ട് മാത്രമേ ഇതിന് തീരുമാനം എടുക്കാവൂ. അതുവരെയും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പൊയ്ക്കോളണം. ഇതാണ് വിധി. പക്ഷെ സ്വാമി പറയുന്നു, ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഈ അജ്ഞാനത്തിനെ വളരുന്നതിന് സഹായകമായി തന്നെ നിൽക്കും. ഒരിക്കലും അജ്ഞാനം തളരില്ല. നമുക്കിവിടെ ആണെങ്കിലോ തന്നെ ഉള്ളതുപോലെ അറിയാതിരിക്കുന്ന ഈ അജ്ഞാനം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിൽ ഈ ദേഹമാണ് ഞാനെന്നിരിക്കുന്ന ഈ അജ്ഞാനം നീങ്ങിയേ പറ്റുള്ളൂ. അതുവരെയ്ക്കും ഇത് പ്രതിബന്ധമായിരിക്കും. ഇതാണ് ആവരണം. ഇത് ആവരണമായിട്ട് നിന്നുകൊണ്ട് ആ വാസ്തവ സ്വരൂപത്തെ മറച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും മറച്ചുകൊണ്ടിരിക്കും. ചെറുതായിട്ടൊന്ന് ഒരു മിന്നായ പോലെയൊക്കെ കാണുന്നവരെയാണ് മഹത്തുക്കളൊക്കെ എന്നൊക്കെ പറയുന്നത്. ഒരു സ്വാമി പറഞ്ഞു, എട്ടാപ്പൊരുളെ എട്ടിപ്പിടിക്ക പടികെട്ടി വെപ്പത് സമാധി. എത്തിയെന്ന് തോന്നും, എത്തിയെന്ന് തോന്നും, പക്ഷെ എത്തില്ല. പക്ഷെ ഇങ്ങനെ നിരന്തരം അതിനെ എട്ടിപ്പിടിക്കുക, അതിനെ പിടിക്കാൻ വേണ്ടി പടികെട്ടി വെപ്പത് സമാധി. ഈ സമാധി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. എട്ടാപ്പൊരുളാണ്. അതെങ്ങനെ ഇരിക്കുന്നത്? എത്തിയെന്നോ ഇരിക്കും, എത്തിയില്ലെന്നോ ഇരിക്കും. എത്തിയില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയുള്ളൂ. അത് പൂർണ്ണമായി എത്താതിരിക്കുകയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു പൊരുളാണ് ഇത്. ഇതൊരു കൊടക്കടി മസ്താൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം സ്വാമി, അദ്ദേഹം പാടിയ നമ്മുടെ ഗുരുദേവൻ എപ്പോഴും പറയും, എട്ടാപ്പൊരുളை എട്ടിപ്പിടിക്ക വടികെട്ടി വെപ്പത് സമാധി എന്നൊക്കെ പറയാം.
ഏത് വലിയ മഹത്തുക്കളായാലും ജാതി മതമൊന്നും നോക്കാതെ ഒരു പറഞ്ഞ കാര്യം കൊള്ളാമെങ്കിൽ അത് അവരുടെ പേരെടുത്ത് തന്നെ വിളംബരം ചെയ്യുക. അതാണ് സ്വാമിയുടെ വലിയ പ്രത്യേകത. ആരൊന്നുമില്ല, ഇത്ര അർത്ഥവാക്യങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എനിക്ക് ഓർമ്മ ഒന്ന് പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിൽ ആ സമാധി തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കർമ്മങ്ങളാണ്. കർമ്മങ്ങളെ പറ്റി പറഞ്ഞു ഇവിടെ സ്വാമി സ്പഷ്ടമായിട്ട് പറഞ്ഞു പുണ്യകർമ്മങ്ങളാണ്. പുണ്യകർമ്മങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യും, ഒരാൾക്ക് സേവ ചെയ്യുന്നത്, എല്ലാം ഗുരുസേവ ഇതിൽ പെടുത്തരുത്. ഗുരുസേവ വേറെയാണ്. അപ്പൊ എന്തായാലും ഈ രൂപത്തിൽ ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അജ്ഞാനത്തെ തഴപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജ്ഞാനം എന്താണ്? അത് യഥാർത്ഥ സ്വരൂപത്തെ ഉണരാതിരിക്കുന്നത്. ആ സിംഹം പറഞ്ഞില്ല, ആ കഥ പറഞ്ഞ് ഓർമ്മിച്ചോളൂ. ആ സിംഹമായിട്ട് തന്നെ ഇരുന്നു, പക്ഷേ അത് സിംഹമായിട്ട് ഇരുന്നിട്ടും അത് ആടാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഇത്രയൊക്കെ പറയുന്നത് ആടുമായിട്ടൊരു സഹവാസത്തിൽ അങ്ങനെ ഇരുന്ന് ആ സിംഹത്തെ നോക്കി പറഞ്ഞു, നീ സിംഹമാണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അന്ന് വരെയുള്ള സംസ്കാരം, ആടുമായിട്ട് പഴകിയ സംസ്കാരം ഇതിനത് വിടാൻ എളുപ്പമല്ല. അത് എളുപ്പമൊന്നുമല്ല, അത് പാടാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് ശ്രവണം, മനനം, നിധിധ്യാസനം ചെയ്ത് കഴിഞ്ഞ ആട് ആ സിംഹമാണെന്ന് തിരിച്ചറിഞ്ഞ സിംഹമാണെന്ന് തിരിച്ചറിഞ്ഞ ആടല്ല. പക്ഷെ ആടെന്നുള്ള തെറ്റിദ്ധാരണ, ഇങ്ങനെ നമ്മളും ഈ ദേഹമാണ് ഞാനെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവിടെ അജ്ഞാനമായിട്ട് ഇരിക്കുന്നത്. ഇത് അനാദിയായിട്ട് എന്താണ് ഇത് ചെയ്യുന്നത്? ദുഃഖത്തിലാഴ്ത്തി ജനനമരണ സംസാര ദുഃഖത്തിൽ പതിപ്പിച്ചുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം എന്നുള്ള രൂപത്തിൽ ഇതിന് നോക്കിക്കൊണ്ടേയിരിക്കും. ഇത് ഒരിക്കലും ഇതിനൊരു എൻഡില്ലെന്നാണ് പറയുന്നത്. കോടാനുകോടി ജന്മങ്ങൾ എടുത്തു എന്നും അത് മാത്രമല്ല പറയുന്നത്, ഒരു സൂക്ഷ്മ ശരീരം നശിക്കുന്നതിന് മുമ്പ് കോടാനുകോടി സ്ഥൂല ശരീരം എടുക്കുമെന്നാണ്. ഒരു സൂക്ഷ്മ ശരീരം നശിക്കുന്നതിന് മുമ്പ് ഈ സൂക്ഷ്മ ശരീരം എന്താണെന്നൂടെ പറയാം. ഒരു ക്രോധവൃത്തിയിൽ ഉദയമായ ഒരു സൂക്ഷ്മ ശരീരം, ക്രോധം, അത് ആ ക്രോധവൃത്തി നശിക്കണമെങ്കിൽ, ആ ശരീരം നശിക്കണമെങ്കിൽ കോടാനുകോടി സ്ഥൂല ശരീരങ്ങൾ സ്വീകരിക്കും. അനന്തമാണ്. ഒരു എണ്ണിയാൽ പറ്റും. നമ്മൾ തന്നെ അജയം നോക്കുകയും ചെയ്താൽ ഈ ആകാശത്തിൽ അണ്ടകടാഹങ്ങളൊക്കെ കിടക്കുന്നു. ഇതിനകത്ത് ഒരു കടുകുമണിയിൽ അത്ര പോലും ഇല്ല ഈ ഭൂമി. ഈ ഭൂമിയിൽ ഇരിക്കുന്ന ഓരോ സ്ഥലങ്ങളെന്ന് പറയുന്നത് പോലും എത്രയോ ചെറുതാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, വല്ലതും ഉണ്ടോ ഇതിൽ ആകാശത്തെ വച്ച് പറയുമ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും അന്യമായിട്ടുണ്ടോ? ആകാശമേ ഉള്ളൂ. സർവത്ര ആകാശമാണിത്. നമ്മൾ പറയുക ഒരു കോടാനുകോടി, ഇപ്പോൾ പറയുന്നത് എങ്ങനെയുള്ളൂ, 10,000 കോടി 1,86,111 എന്ന് പറഞ്ഞിട്ട് 0.1 പറയും. ആ 0.1 പ്രസക്തിയില്ല. അത് നമ്മൾ പറയും അത് നെഗ്ലിജിബിൾ, അതിനെടുത്ത് കളയുക. ഇതുപോലെയാണ് ഈ ആകാശത്തിൽ ഈ കണ്ട കടാഹങ്ങളെല്ലാം നെഗ്ലിജിബിളാണ്. വാസ്തവത്തിൽ ആകാശമേ ഉള്ളൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ലോജിക്ക് ഇതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മനുഷ്യരും അതിൻ്റെ അകത്തുള്ള ചിരി കൃമികളും ജീവികളും എല്ലാം എത്ര ഉണ്ട്? ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അവർ പറഞ്ഞത് കോടാനുകോടി ജന്മങ്ങൾ എടുത്ത് ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സംസ്കാരം ഇതിൽ ഇങ്ങനെ രാതിയായിട്ട് നിൽക്കുന്നത്. ഇത് തന്നെയാണ് അജ്ഞാനം. ഇതിനെ നീക്കി രക്ഷപ്പെടണമെങ്കിൽ പറഞ്ഞില്ലേ, സൂക്ഷ്മ ശരീരം. ഒരു സൂക്ഷ്മ ശരീരം നശിക്കണമെങ്കിൽ കോടാനുകോടി സ്ഥൂല ശരീരം ഇത് സ്വീകരിക്കും. ആ സ്ഥൂല ശരീരമാണ് പാമ്പായിട്ടും അട്ടയായിട്ടും മുഴുവായിട്ടും സ്ഥൂല ശരീരം. ഈ സൂക്ഷ്മ ശരീരം ഏതാണ്? ഒരു ക്രോധവൃത്തിയാണ്. ആ ക്രോധവൃത്തിയാണ് സൂക്ഷ്മ ശരീരം. അത് നമുക്ക് കാണാൻ പറ്റില്ല. സൂക്ഷ്മമാണ്. അത് സൂക്ഷ്മ ശരീരമാണ് നമ്മളെ. അപ്പൊ എല്ലാവർക്കും ഒരു സൂക്ഷ്മ ശരീരത്തെ പറ്റി അറിഞ്ഞിടാറുണ്ട്. വൃത്തികളാണ് ചില പ്രബല വൃത്തികളാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ ക്രോധം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ദുര്യോധനൻ അവിടെ ലോഭവൃത്തിയുടെ പ്രതീകമാണ്. ഓരോരുത്തരും ഓരോ വൃത്തികളുടെ പ്രതീകങ്ങളാണ്. അസൂയ, പൗണ്ഡ്രവാസന അസൂയയുടെ പ്രതീകമാണ്. അങ്ങനെ കൂട്ടം ഞാനും അങ്ങനെ തന്നെ ഒരു ഏത് രൂപത്തിലാണെങ്കിലും ഒരു വൃത്തി പ്രബലമായിട്ട് തന്നെ ഇരിക്കും. ഇനി ഈ ഒരു വൃത്തി പ്രബലമായ ആളുകളിൽ എല്ലാ വൃത്തിയും ഉണ്ട് അടിസ്ഥാനമായിട്ട്. കാരണം അതിനെ ചുറ്റിപ്പറ്റി ഇവരെല്ലാം സബോർഡിനേറ്റ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കും.
അതുകൊണ്ടാണ് ഭക്തങ്ങൾ പറയുന്ന ആ പ്രധാന വൃത്തിയെ, അതാണ് സൂക്ഷ്മ ശരീരം. അതിനെ നശിപ്പിക്കണം. എന്ത് ചെയ്യണം? ഈ ജ്ഞാനം കൊണ്ടേ ഇത് നശിക്കും. സ്ഥൂല ശരീരങ്ങൾ നമ്മളവിടെ കണക്കാക്കുന്നില്ല. ജ്ഞാനം കൊണ്ട് എങ്ങനെ നശിക്കും? അതിലിരുന്ന ക്രോധമായിരുന്ന ആ ഒരു ശരീരം, ആ ക്രോധ രൂപത്തിലിരുന്ന ആ ശരീരം അത് നശിക്കും. അത് നശിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ജ്ഞാനമായി ഈ പറയുന്ന ജലതകൊണ്ടാണ് സംസാരത്തിൽ നിന്ന് മാറ്റവും ലഭിച്ചു. ഇന്ത്യയുള്ള ഈ ആ സ്ഥൂല ശരീരത്തെ പറ്റി ഒന്നും പറയുന്നില്ല ആരും. ഇങ്ങനെ ഒരു ശരീരം ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയുമെന്നാണ് പറയുന്നത്. മരിക്കുന്ന സമയത്ത് അവർ പറയുന്നു ഈ ശരീരത്തിൽ നിന്ന് വിട്ടു വേറൊരു ശരീരം പോയെന്നൊന്നും ആർക്കും തോന്നുന്നില്ല. അവരെങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നു. ഇത്രയല്ല, അവരെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തന്നെയാണ് അവരിയ്ക്കുന്നത്. കാരണം സൂക്ഷ്മ ശരീരമല്ലേ ഇതിൽ നശിക്കാനുള്ളത്. അതല്ലേ അജ്ഞാനത്തിൽ കുഴിക്ക് നിൽക്കുന്ന ഇതല്ലേ. ആ ഒരു സൂക്ഷ്മ ശരീരത്തെ നശിപ്പിക്കാൻ ഞാൻ ഉപദേശം ചെയ്തു. ഇതാണ് ഈ ശരീരമാണ് പോണത്, അടുത്ത ജന്മത്തിലേക്ക് അടുത്ത ശരീരം സ്വീകരിക്കാൻ പോണത്. മരണാനന്തരവും ഇത് അങ്ങനെ തന്നെ നിൽക്കും. ഇതിന് മരണമേ ഇല്ലെന്നാണ് പറയുന്നത്. ഒടുവിൽ ഇത് നശിക്കുന്ന വിധവും കൈവല്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അരിയ മെയ്ഞ്ഞാതെത്തിയാൽ അവിദ്യ ഉടൽ നീറാകും. പെരിയ സ്ഥൂലവും കാലത്താൽ പിണമാകി വീഴും. അന്നേരം ഉരിയ സൂക്ഷ്മ ശരീരം ഉലയിരുമ്പുണ്ട നീർപോൽ തുര്യമായി വിഭവമായി നിന്റെ സ്വരൂപത്തിൽ ഇറന്നു പോകെ. ഇത് സ്വരൂപത്തിലോട് ചേർന്ന് ഇല്ലാതായി പോകുന്നു. അതുവരേക്കും ഇത് കാണും. ഇത് എന്തുവരെ കാണോ അതുവരെയും ഇത് ശരീരം സ്വീകരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ മഹത്തുക്കൾ പറഞ്ഞ ഇത് വേറെ ഒന്നുമല്ല. ഈ കാമക്രോധഞ്ച ലോപഞ്ച ദേവീഷ്ടന്തി തസ്കരായ ജ്ഞാനരത്നാപഹാരായ തസ്മാ ജാഗ്രത ജാഗ്രത. എത്രയാണോ പറഞ്ഞതാര്? ആദിശങ്കരൻ, ലോകഗുരു ആദിശങ്കരൻ. എല്ലാം അറിഞ്ഞ് മഹാജ്ഞാനിയായി വർത്തിച്ച മഹാത്മാവാണ് ഇതൊക്കെ പാടി വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അത്രയ്ക്കും ആളുകൾ തിരിച്ചറിയുന്നില്ല, ഇതിൻ്റെ വിഷമം തിരിച്ചറിയുന്നില്ല, ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളായി തിരിച്ചറിയുന്നില്ല. മൂഢമായിട്ട് ഇതൊന്നും കാലം കഴിയുക, ഒടുവിൽ ചത്തും പോകും. ഇതിനകത്ത് നമ്മൾ വന്ന കാര്യം എന്താണെന്നോ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നോ ഒക്കെ ഒരു ജ്ഞാനി ഒരു നല്ല അറിവുള്ള ഒരു മഹത്വത്തിൽ നിന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ രഹസ്യം മനസ്സിലാക്കണം. ഇത് വളരെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഗൗരവം മനസ്സിലായ ഒരു മനുഷ്യനാണ്. അതുവരെ മനുഷ്യരാവില്ല. എന്തോ വീണ്ടും ഒരു പകയുടെ പക പറ്റും. ഇത് എന്തിനാണ് ഈ ലോകത്ത് ഈ മായയിൽ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയും നമ്മൾ വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത്? ആനന്ദമായിരിക്കുക, ഇതിലൊന്നും സംഭവിക്കുന്നില്ല. ഇതെല്ലാം ഒരു വെറും ഒരു തോന്നലുമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മുയൽ കൊമ്പിനെ പറ്റി ആരെങ്കിലും തർക്കിക്കാൻ പോവോ? മലടി മകന്റെ ഗുണഗണങ്ങൾ ആരെങ്കിലും വാഴ്ത്തും? ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങളെ വാഴ്ത്തുകയും അതിന് സത്യം പോലെ വിചാരിച്ച് വിഷമിക്കുകയും സങ്കടപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഗൂഢപ്രകൃതിയാണ് എല്ലാവർക്കും. ഇതാണ് വേദം പറയുന്നത്. ഇത് ഊടാൻ പാത്രമെന്ന് പറയട്ടെ, വെറുതെ ഒന്നുമല്ല. എന്തിനാണ് അവർ വിഷമിച്ചത് എന്ന് ചോദിച്ചാൽ അവർ ആനന്ദമായിട്ട് ഇരിക്കേണ്ടവരാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ സ്വരൂപം. സച്ചിദാനന്ദ രൂപമാണ് ഈ ആത്മാവിൻ്റെ. ഈ അനന്തജന രൂപം എങ്ങനെ ഇതിൽ വന്ന് ചേർന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേവലം മൂഢത കൊണ്ട് തോന്നിയതാണ്. അതും തോന്നിയതാണ്, സത്യമല്ല. സത്യമായിരുന്നെങ്കിൽ സുഷുപ്തിയിൽ കൂടി ഇത് പ്രതിഫലിച്ച് കണ്ടേനെ. സത്യമായിരുന്നു. ഇതിൽ സത്യമാണെന്നുണ്ടെങ്കിൽ 3 അവസ്ഥകളിലും ഇത് മാറാതെ നിന്നേനെ. പക്ഷെ നമുക്കറിയാം ജാഗ്രതയിൽ കണ്ടു എന്നല്ലാതെ പിന്നെ ഇത് സ്വപ്നത്തിലെ ചെറിയ ഒരു ഫാസ് ഇതിൽ അടിച്ചെങ്കിലും സുഷുപ്തിയിൽ പൂർണ്ണമായും ഇത് ഇല്ല. നിരാകരിക്കപ്പെട്ട് നിൽക്കുന്നവര് നില നമ്മൾ അനുഭവിച്ചു കണ്ടു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇത് കേവലം മഹത്തുക്കൾ പറയും പോലെ ഈ ആത്മാവിലൊരു തോന്നലായിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും ഇല്ല. ഈ തീരുമാനത്തിൽ നിന്നിട്ട് ഈ മായാകാര്യങ്ങളോട് ഫൈറ്റ് ചെയ്യരുത്. ഇല്ലാത്ത കാര്യത്തിനോട് കുസ്തി പിടിച്ചിട്ട് എന്ത് കാര്യമാണ്? ആദ്യമേ സ്വാമി പറയും. ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നൊരു ഉപായത്തിലൊക്കെ വെച്ചിരിക്കുന്നു. ജ്ഞാനത്തെ ആസ്പദമാക്കി പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കൂടെ ഓർമ്മിച്ചോണം, വിട്ടുകളയരുത്. ഇപ്പോഴും ജ്ഞാനത്തിന് ആ പരമലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം എന്ത് പറയുന്നത്, ഇത് വ്യാവഹാരിക സത്ത. ഇതിന്റെ സത്തയെ പറ്റി പരിശോധിച്ച് പറഞ്ഞു. ഇത് കേവലം വ്യവഹാര സമയത്ത് മാത്രമുള്ള ഒരു സത്യത്വമേ ഇതിനുള്ളൂ. പക്ഷെ സ്വപ്നത്തിൽ കണ്ടതെല്ലാം പ്രാതിഭാസിക സത്തയാണുള്ളൂ. എന്നുവെച്ചാൽ ആ പ്രാതിഭാസികമായിട്ട് കുറച്ച് സമയത്തൊക്കെയുള്ള ഒരു സത്ത മാത്രമേ അതിലുള്ളൂ.
സുഷുപ്തിയിലിരിക്കുന്നത് പാരമാർത്ഥിക സത്തയാണ്. ഈ മൂന്നും ഒരുപോലെ വിദ്യയാണ്. ആ പാരമാർത്ഥിക സത്തയും എങ്ങനെയാണ് അംഗീകരിക്കപ്പെട്ടത്? പാരമാർത്ഥികമെന്ന് ഇതിന് രണ്ടിനും നോക്കിയാണ് അംഗീകരിച്ചത്. അതുകൊണ്ട് ആ പാരമാർത്ഥിക സത്തയും നമുക്കിവിടെ അംഗീകാരയോഗ്യമല്ല. മനസ്സിലായോ? മൂന്നും എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട അതിന് സത്ത പറയാം. വാസ്തവത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതിലൊരു സത്ത പറയാൻ ഇനി ഒരു വേറെ തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഇല്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവാഗമന സഹോദരമായിരിക്കുന്ന ഇതിനെപ്പറ്റി ആർക്ക് പറയാൻ പറ്റും? പിന്നെ മഹത്തുക്കളും പറഞ്ഞു മൗനമായിട്ട് ആലോചിച്ച് കാണിച്ചു കൊടുത്തു. അവൾ നൽകിയ മൗനമാന. ഇതൊക്കെ അതിലുണ്ട്. ദക്ഷിണാമൂർത്തിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ലേ? കലാലിൻ പുടയമർന്ന് നാർമറയാർ അംഗമുതൽ കറ്റ കേൾവി വല്ലാർകൾ നാൽവരുക്കും വാക്കിറന്ത് പൂരണമായി മറയ്ക്കപ്പാലായി എല്ലാമായി അല്ലതുമായി ഇരുന്നതിനെ ഇരുന്നപടി ഇരുന്ന് കാട്ടി ചൊല്ലാമൽ ചെന്നതിനെ നിനയാമൽ നിனைந்து പവത്തുടർക്കെ വേണ്ട. ഇതൊരു പരമ കാഷ്ട പറഞ്ഞത്. അതായത് കല്ലാലിൻ കുടയമർന്ന്, കല്ലാലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആളിനെയല്ല പറഞ്ഞു, ഇതിനെ പൊടിച്ച് താഴല്ലേ. കല്ലാലിൻ കുടയമർന്ന് നാൻമറയാർ അംഗമുതൽ കറ്റ കേൾവി. നാൻമറയാർ അംഗം എന്ന് പറയുന്നത് ഈ 4 വേദവും 6 ശാസ്ത്രവും സംബന്ധിച്ച് ഈ സനകാദി മഹർഷിമാർ ചോദിച്ച ചോദ്യത്തിന് ഇവിടെ ഇരുന്ന ആളിനോട് ചോദിച്ച ചോദ്യത്തിന് വല്ലാർക്കും 4 പേർക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഉത്തരമില്ലാതെയാണ് ചോദ്യങ്ങൾ വരണം. ഉത്തരം പ്രതീക്ഷിച്ച് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദക്ഷിണാമൂർത്തി ഇത് പറഞ്ഞു, വാക്കിറന്ത് പൂരണമായി എല്ലാമായി അല്ലതുമായി, എല്ലാമായിട്ടും അല്ലതുമായിട്ടും എല്ലാമായിട്ടിരുന്നതും അത് തന്നെ, ഒന്നും ഇല്ലാതിരുന്നതും അത് തന്നെ. ആ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാമൽ ചെന്നതിനെ, പറയാതെ പറഞ്ഞതിന്, നിനയാമൽ നിனைந்து, ഓർമ്മിക്കാതെ ഓർമ്മിച്ച് പവത്തുടർക്കൈ വേണ്ട. പറഞ്ഞതിനല്ല, പറയാതെ പറഞ്ഞതിന്, ഓർമ്മിക്കാതെ ഓർമ്മിച്ച്. ഇതിനെ ഭൗതികവൽക്കരിച്ച് ഭാഷയിലൂടെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞ് എന്നെ പോയിട്ട് വരും. പറഞ്ഞ് ബ്രഹ്മം അണുവിലും അണുവാണ്. അത് കഴിഞ്ഞ് അടുത്ത ശ്രുതി പറയുന്നത് ബ്രഹ്മം ബൃഹത്തിലും ബൃഹത്താണ്. ഇപ്പൊ അണുവെന്ന് കേട്ട ആള് പറയും ബൃഹത്തെന്ന് കേട്ട ആളുമായിട്ട് എപ്പോഴും ശങ്ക കൂടാനും നേരം വരും. അങ്ങനെയല്ല, ബൃഹത്താണ് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞിരിക്കണം, അണുവാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രൂപത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് അണുവുമല്ല ബൃഹത്തുമല്ല അങ്ങനെ ഇരിക്കുന്ന എന്നുള്ള ഒരു രൂപത്തിൽ ഇതിരിക്കുകയാണ്. അണുവെന്ന് പറയാനും പറ്റില്ല, ബൃഹത്തെന്ന് പറയാനും പറ്റില്ല. ആ രൂപത്തിലിരിക്കുന്ന ഒന്ന്, അതാണ്. അതിനെയാണ് അറിയേണ്ടത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം? ഈ അണുവെന്ന് പറഞ്ഞോ ബൃഹത്തെന്ന് പറയാൻ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇതിനെ ഊഹിച്ചുകൊണ്ട് ഇത് രണ്ടുമല്ലാത്ത ഒരു നിലയിലേക്ക് അറിയപ്പെടുന്ന ഈ രണ്ടിനെയും തള്ളി കേവലം അറിവായിരിക്കണം. അങ്ങനെ ഇരിക്കുന്നതിന് ധ്യാനം എന്ന് പറഞ്ഞു. പിന്നെ കല്ലാൻകുടയുണ്ട് നാൽമറയാർക്ക് മറ്റേ കേൾവി വല്ലാർക്കും 4 പേർക്കും വാക്കിറന്ത് പൂർണ്ണമായി മറയ്ക്കപ്പാലായി. എല്ലാ ശാസ്ത്രങ്ങൾക്കും അപ്പുറമാണ്. ഇത് ശാസ്ത്രത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. എല്ലാമായിട്ടിരിക്കുന്ന ഇതാണ്. അല്ലതുമായി ഒന്നും അല്ലാതിരിക്കുന്നത് ഇത് തന്നെ. ഇരുന്നതിനെ ഇരുന്നപടി ഇരുന്ന് കാട്ടി. വാസ്തവത്തിൽ അവിടെ ദക്ഷിണാമൂർത്തി ചെയ്തത് എന്താണ്? എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെ ഇരുന്ന് കാട്ടി. തന്റെ ഉള്ളില് ഈ ദക്ഷിണാമൂർത്തമായിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നതാണ്. നമ്മളെ പറഞ്ഞ് ഭൂമധ്യത്തിൽ നോക്കി ധ്യാനിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ ഇരിക്കുന്നതിനെയാണ് അറിഞ്ഞ് ധ്യാനിക്കാറുള്ളത്. ഇതാണ് അർത്ഥം. ഗഗനമാണ്, സാധാരണ വാക്യത്തിൽ എത്തില്ല. എങ്കിലും ആലോചിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെയാണ് വേദം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഈ പറയുന്ന ഈ കാര്യങ്ങൾ, ഈ കർമ്മവും ഇതെല്ലാം നമുക്ക് എപ്പോഴും പകയുണ്ടാക്കുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പകകളുണ്ട്. വാസ്തവത്തിലേക്ക് പോകാൻ സമ്മതിക്കാതെ നിലനിർത്തും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കർമ്മം തോന്നില്ല. സർവകർമാൻ പരിത്യജ്യ വാമേകം ചരണപ്രചാരത്തിൽ ഒടുവിൽ പറഞ്ഞതിൻ്റെ രഹസ്യം മനസ്സിലായിക്കൊള്ളു. കർമ്മം ചെയ്യാതെ ഇരിക്കുകയല്ല നമ്മൾ ചെയ്യാനുള്ളത്.
പക്ഷെ ഒരു വിധമൊക്കെ ധാരണകൾ ഇതിൽ ഒത്തു കഴിയുന്നവരെല്ലാം പിന്നെ ഇതിലേക്ക് വന്നോളെ ധ്യാനത്തിലേക്ക് വന്നോളെ ആ നിർവികൽപ്പ സമാധിയിലേക്ക് പോകുന്ന വിധത്തിലുള്ള ധ്യാനം ജപാതിയിലേക്ക് ഗുരുദേവൻ പറഞ്ഞു, ഇവിടെ ഒരു മതിച്ച ആനയ്ക്ക് ഒരു പിടി, ഒരു മതിച്ച സന്യാസിക്ക് ഒരു പിടി, രണ്ടും കൂടെ ഒറ്റ ഒരു പിടിയിലൊരു ഒരു മതിച്ച് എത്ര മതിച്ച ആനയാണെങ്കിലും ഒരു പിടി തോട്ടി വെച്ചൊരു പിടി മതി. അതുപോലെ ഒരു മതിച്ച സന്യാസിക്ക് ഒരു പിടി, ഒരു ഉള്ള ചോറ് അത് ഇല്ലെന്ന് പറയത്തില്ല. കാരണം ഇപ്പൊ ശരീരത്തിന് ഇത് ആവശ്യം. ഇത്രയും പോരെയോ ഇന്നുള്ള ശിവൻ അന്ന് കാണൂലയോ എന്നൊക്കെ ചോദിച്ചു സ്വാമി ആരോടൊക്കെ. കാരണം നമുക്കിനി ഭാവിയിൽ നമ്മൾ എന്താവും സ്വാമിയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം അധോഗതിയാവും എന്നിട്ടുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോഴാണ് സ്വാമി പറയുന്നത് ഇത്രയും വേണ്ടു ഇന്ന് സാക്ഷാത്കാര കാലത്തിലേക്ക് വരാൻ വേണ്ടി ഉത്തമ അധികാരികൾക്ക് വേണ്ടത് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? തുങ്കജ്ഞാനമേ മഹിമയുള്ള ബ്രഹ്മാത്മാ ഐക്യജ്ഞാനം ഈ കർമ്മത്തെയും ഈ അജ്ഞാനത്തെയും ചുടലിൻ്റെ നെരുപ്പാമേ, ഇതിന് ഭസ്മമാക്കി കളയുന്ന തീയാണെന്നാണ്. ഈ ജ്ഞാനത്തെ തീയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനാഗ്നി എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനാഗ്നി ഈ കർമ്മത്തെ എരിച്ചു കളയും, അതുപോലെ തന്നെ അജ്ഞാനത്തെ എരിച്ചു കളയും. കർമ്മവും അജ്ഞാനവും ചികിത്സ പറയും അത് ഫേസ് ടു ഫേസ് ആണ്. ഇത് രണ്ടും പാരലായിട്ട് സഞ്ചരിക്കുന്നതാണ്. കർമ്മം കഴിയുന്നവർക്കും അജ്ഞാനവും കഴിയും, രണ്ടും പാരലാണ്. അങ്ങനെ ഇൻഫേസ് ആയിട്ടുള്ളതാണ് ഈ കർമ്മവും ഈ അജ്ഞാനവും. അങ്ങനെ ഇരിക്കുന്ന ഈ അജ്ഞാനത്തെ കർമ്മം കൊണ്ട് നിവർത്തിച്ചൂടെ എന്നുള്ള ചോദ്യവുമായി കഴിഞ്ഞ 3-4 പദ്യങ്ങളായിട്ട് ശിഷ്യൻ നിൽക്കുകയാണ്. സ്വാമി കട്ടയ്ക്ക് വിട്ടുകൊടുക്കാൻ നിൽക്കുകയാണ്. സ്വാമി പറയുന്നു കേവലം ഈ ബ്രഹ്മാത്മാക്ക് ഞാൻ നിശ്ചയം കൊണ്ട് മാത്രമേ ഈ അജ്ഞാനം നശിക്കൂ എന്ന് പറഞ്ഞ് സ്വാമി നിൽക്കുകയാണ്. അല്ലാതെ നീ എന്തെല്ലാം പറഞ്ഞാലും അതൊന്നും സ്വീകാര്യമല്ല. അപ്പം നമ്മളെല്ലാം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈശ്വരാർപ്പണമായിട്ട് നിഷ്കാമ്യമായിട്ട് ചെയ്ത് അവസാനിപ്പിച്ചുകൊള്ളുക. അത് സംബന്ധിച്ച് പിന്നീട് മറ്റേ ആൾ ചെയ്യാത്തതുകൊണ്ട് അയാളോട് ഒരു പ്രതികാരമോ ഞാൻ മാത്രം ചെയ്തു എന്നുള്ള അഭിമാനമോ അങ്ങനെയൊന്നും വരാൻ പാടില്ല. അങ്ങനെയൊക്കെ വരുന്നതാണ് പ്രശ്നങ്ങൾക്ക് പിന്നെ കാരണമാവുന്നത് അല്ലേ. പൈസ കൊടുത്തു, ഞാൻ കൊടുത്തു 5000, മറ്റേ ആൾ 1000 കൊടുത്തു, ഇനി അങ്ങനെയാണ് അങ്ങനെ ആ കർമ്മം ചെയ്ത കർമ്മത്തിന് ശുദ്ധിയെടുത്തത് ഇല്ല പോയി. ഇങ്ങനെ എല്ലാ കർമ്മങ്ങൾക്കും ഒരശുദ്ധി വന്ന് ബാധിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ടാണ് സ്വാമി പറയുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞ എങ്ങനെയാണ്, ഇവിടെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കൊടുത്താൽ അത് പാലിക്കാൻ പറ്റാത്തവർ പോയി കൊടുക്കാൻ വേണ്ട എടുക്കാൻ വേണ്ട ധർമ്മം ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതല്ലേ. ഇതെല്ലാം തങ്ങളെ പിറപ്പിക്കും പിണിയാകും, വീണ്ടും വീണ്ടും ജന്മമെടുക്കുന്നതിന് കാരണമാണ്. അപ്പോൾ ഇതാണ്, അതായത് കർമ്മങ്ങളെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞ് സ്വാമിയും കർമ്മങ്ങൾ കൊണ്ട് സാധിക്കാമെന്ന് പറഞ്ഞ് ശിഷ്യനിൽ നിന്നതിൽ ഒടുവിൽ സ്വാമി പറഞ്ഞു ഇതെല്ലാം ഈ കർമ്മത്തെ പൂർണ്ണമായി സ്വാമി പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ കർമ്മം അത് പുണ്യകർമ്മങ്ങൾ ഈ അജ്ഞാനത്തെ തഴപ്പിച്ചുകൊണ്ട് പോവുകയുള്ളൂ, അതൊരിക്കലും അജ്ഞാനത്തെ നശിപ്പിക്കില്ല. പിന്നെയെങ്കിലും നമുക്ക് അന്ധകാരത്തെ മേഘപടലം പോലെ സത്കർമ്മങ്ങൾ അഭോക്താവായ തന്നെ കർത്താവായും ഭോക്താവായും ആക്കി തീർക്കുന്നു. യഥാർത്ഥത്തിൽ താൻ അകർത്താവാണ്, എന്നുവെച്ചാൽ ഒന്നും ചെയ്യുന്നവനല്ലത്, അഭോക്താവാണ്, ഒന്നും ഭുജിക്കുന്നവനുമല്ല താൻ, ആത്മാവായ താൻ. പക്ഷെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അകർത്ത അഭോക്താവായി തന്നെ കർത്താവായും ഭോക്താവായും ആക്കി തീർക്കുന്നു. അതാണ് കർമ്മം ചെയ്യുന്നത്. എങ്ങനെയാണ്? അന്ധകാരത്തെ മേഘപടലം പോലെ. നമുക്കറിയാം അന്ധകാരം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നും കാണാൻ ഒക്കുന്നില്ല. പിന്നെ അതിൽ മേഘപടലവും കൂടെ വന്നാൽ പരിപൂർണമായി ഒന്നും കാണാൻ സാധിക്കാത്ത വിധത്തിൽ അന്ധകാരം ഒന്നും അറിഞ്ഞുകൂടാ, ഒന്നും അറിയാത്ത പോലെ നിന്ന് ഇതിൽ പ്രവൃത്തി ഉണ്ടാകും. തീരെ വിവേകമില്ലെന്നാണ് അർത്ഥം. ജ്ഞാനത്തെ കർമ്മങ്ങൾ പക ചെയ്യാതെ ഉറവാക്കി നിൽക്കും. സൂര്യൻ അന്ധകാരത്തെ മാറ്റി കളയുന്നത് പോലെ സംശയരഹിതമായ ബ്രഹ്മാത്മാ ഐക്യജ്ഞാനം അജ്ഞാന കർമ്മങ്ങളെ നാശം ചെയ്യുന്നതിനാൽ തുങ്കജ്ഞാനമേ കർമാജ്ഞാനത്തെ ചുടുകിൻ്റെ നെരുപ്പാമെന്നും പറയപ്പെട്ടിരിക്കുന്നു. ഭയങ്കര ക്ലാസ്സാണ് കേട്ടത്. ഇനി അങ്ങോട്ട് സ്വാമി വായിക്കുമ്പോഴേക്കും നമുക്കൊക്കെ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഭയങ്കരമായ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ അടുത്ത് പറയുന്നപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ അതിശയിച്ചു പോകുമ്പോൾ ഇങ്ങനെയാണ് ഇത്
ആ ഭാഗത്തെ കൊണ്ടുവന്ന് ഈ കൈവല്യം കൊള്ളിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയ ചില ശാസ്ത്രങ്ങളിൽ അതുപോലെ അല്ല, ഇത് പർട്ടിക്കുലറായിട്ട് അത് തന്നെ പറഞ്ഞു പോയി അവസാനിപ്പിച്ചു. സ്വാമി പറയാണ്, മനയ്ക്കുൾ വൈത്ത പണ്ടങ്ങളെ മറന്നവൻ വരുടം നൂൽ എഴുതാലും നിனைத்துணர்ந்த பின் കിട്ടും അപ്പടി இந்த നിർമ്മല ആത്മാവും അനർത്ഥமான തൻ മറതിയെക്കെടുത്ത് തൻ അറിവിനാൽ കാണാമൽ കനത്ത കർമ്മങ്ങൾ 100 യുഗം ചെയ്യലും കാണുമോ കാണാതെ. എന്നതുള്ളതിൻ്റെ അനന്ത ജന്മങ്ങളാണ്ടവയ്യലേ ഉപദേശിക്ക വെളിവന്ന ഗുരുവേ പോറ്റി ഉയവേ മുക്തി നൽകും ഉദവിക്കോർദവിനായേ ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോറ്റി. സത്യത്തിൽ സുഖകരമാം ഗുരുവേ പോറ്റി, ചലനമിലാ ശാന്തപര ഗുരുവേ പോറ്റി, നിത്യ നിർഗുണമായ ഗുരുവേ പോറ്റി, നിരഞ്ജനമായ നിന്ദപര ഗുരുവേ പോറ്റി, ശുദ്ധപര വെളിയാന ഗുരുവേ പോറ്റി, സൂക്ഷ്മമായ നിരന്തപര ഗുരുവേ പോറ്റി, അദ്വൈതപൂരണമാം ഗുരുവേ പോറ്റി, അഖണ്ഡമതാം സദ്ഗുരുവേ പോറ്റി പോറ്റി. ഭസ്മോധൂളിത വിഗ്രഹം മരുതജിന്മുദ്രാധരം സുന്ദരം കാശായാംബരധാരിണം ഗളതയേശോഭിതമുഖം സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഭൂയോ നമസ്യാമി. അഭയവരദഹസ്തം സർവദാ സുപ്രസന്നം ശുഭദവിനിഷേധജ്ഞാനവേദസ്വരൂപം ഉപദേശം ശ്രീഗുരോരൂപം ശ്രീവാദകമലന്തം ആലംബനമകർദിശം ശ്രീരാമാനന്ദമുക്തേ ശ്രീരാമാനന്ദമുക്തേ ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ കുമാരമണ ഭൂതേശ പ്രസീദ കരുണാനിധേ. കുമാരമണ ഭൂതേശ പ്രസീദ കരുണാനിധേ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരമർത്ഥം പ്രാണശ്ച സദ്ഗുരു